ഈശ്വരന്റെ മഹത്വം എന്നാണെങ്കിൽ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന പ്രജകൾക്കൊക്കെ എന്നും ഐശ്വര്യം, ക്ഷേമം, സന്തോഷം ഉണ്ടാവണം എന്ന് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് സദാ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാനോട് പ്രാർത്ഥിക്കണം. എന്താ? ബ്രഹ്മദേവൻ സൃഷ്ടിച്ച പ്രജകൾക്കൊക്കെ എന്നും നന്മ വരണേ എന്നാണ് ശ്രീപരമേശ്വരൻ പ്രാർത്ഥിക്കുന്നത്. സ്വാർത്ഥമായിട്ട് അദ്ദേഹം ചിന്തിക്കണില്ല. ലോക നന്മയ്ക്ക് വേണ്ടി എന്നും ആ ഭഗവാനെ ധ്യാനിക്കുന്ന ആ ശ്രീപരമേശ്വരനാണ് ഭക്താനാമഹം ശംഭു എന്ന് ഭാഗവതത്തിൽ ഉദ്ധവന് കൊടുക്കുന്ന വിഭൂതി യോഗത്തിൽ ഭഗവാൻ പ്രത്യേകം എടുത്തു പറയുന്നു. ഭക്തന്മാരിൽ ഞാൻ ശംഭുവാണ്. അപ്പോൾ ഭക്തന്മാരിൽ ഏറ്റവും കേമത്തുള്ള ആളാരാ? സംശയമൊന്നുമില്ല, ശ്രീപരമേശ്വരനാണ്. അപ്പോ ലോകരക്ഷാർത്ഥം ശ്രീപരമേശ്വരൻ ആ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രീപരമേശ്വരൻ ഒന്നേ ആഗ്രഹം ഉണ്ടായുള്ളൂ. എന്താ? ഈ ഹലാഹലം എന്ന വിഷം സേവിച്ചാൽ എനിക്ക് ആ വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമോ? സംശയമൊന്നുമില്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയാണ് എങ്കിൽ യാതൊരു സംശയവുമില്ല, ഞാൻ വന്നോളാം. ആ ഹലാഹലം എന്ന വിഷം ഞാൻ സേവിക്കാം. അപ്പോ ലോകത്തിനും മുഴുവൻ നന്മയുണ്ടാവാൻ വേണ്ടി തൻ്റെ ജീവിതം പോലും മാറ്റിവെച്ച് ആ ഭഗവാന്റെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനൊരു ഭക്തനുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കിയിട്ടാവണം ഭഗവാൻ ഭക്താനാമഹം ശംഭു എന്ന് ഭാഗവതത്തിലൂടെ പറയുവാനിട വന്നത് എന്ന് കരുതാം. ആ ഹലാഹലം എന്ന വിഷം യാതൊരു സംശയവും കൂടാതെ കണ്ട് ശ്രീപരമേശ്വരൻ അത് സേവിക്കുകയും ചെയ്തു. ആ ഉള്ളിലേക്ക് പോകാതെ കണ്ഠത്തിൽ അങ്ങനെ വെച്ച് സൂക്ഷിച്ചു. അത് നേരത്തോട് നേരം ആ വിഷം കണ്ഠത്തിലങ്ങനെ ഇരിക്കുക കാരണം കണ്ഠത്തിന് നീല നിറം പുറപ്പെട്ടു. അന്നു മുതൽക്ക് ഭഗവാന് പുതിയൊരു പേരും വീണു, നീലകണ്ഠൻ എന്നൊരു പേരും വീണു. അങ്ങനെ നേരത്തോട് നേരം ആ വിഷം സൂക്ഷിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ അവിടെ ഇരുന്നു. ചുറ്റിനും ദേവന്മാർ ഒക്കെ ആ ഭഗവാനെ നമോ നമഃ ശിവായ എന്ന ശ്രീപരമേശ്വരന്റെ നാമം ലോക നന്മയ്ക്ക് വേണ്ടി സർവസ്വവും ഉപേക്ഷിക്കുവാൻ തയ്യാറായി ഭഗവത് പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി തയ്യാറായി വന്നിരിക്കുന്ന ശ്രീപരമേശ്വരനെ സ്തുതിക്കാതെ വേറെ നിവൃത്തിയുണ്ടോ? അങ്ങനെ ആ ശ്രീപരമേശ്വരൻ അങ്ങനെ ആ ഭഗവാനെ നീലകണ്ഠനായി ആ വിഷം സേവിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ നേരത്തോട് നേരം എല്ലാ ദേവന്മാരും ചുറ്റും കൂടിയിരുന്ന് ശ്രീപരമേശ്വരനെയും സ്തുതിക്കുന്നു. അങ്ങനെ നേരത്തോട് നേരം ആ വിഷം ഉൾക്കൊണ്ടുകൊണ്ട് ഉറക്കമൊഴിച്ച് പലവിധം വ്രതങ്ങളും നോറ്റുകൊണ്ട് അങ്ങനെ ഇരുന്നതിൻ്റെ ആ ഒരു കാലത്തിൻ്റെ ആ ഒരു സമയത്തിൻ്റെ ഓർമ്മയ്ക്കും ലോക നന്മയ്ക്ക് വേണ്ടിയും എല്ലാവരും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം. ശിവരാത്രി വ്രതത്തിൻ്റെ മഹത്വം ലോക നന്മയാണ്. ഓരോരുത്തരും ശിവരാത്രി വ്രതം അങ്ങോട്ട് നോറ്റോളൂ, യാതൊരു സംശയവുമില്ല. സ്വാർത്ഥമായിട്ടുള്ളൊരു വ്രതാനുഷ്ഠാനമല്ല. എല്ലാവർക്കും നന്മ വരുവാൻ വേണ്ടി ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന ഭാരതത്തിൻ്റെ ആപ്തവാക്യത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ശിവരാത്രി. ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയാം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന ഭാരതത്തിൻ്റെ ആപ്തവാക്യം. ഭാരതത്തിൽ ഇങ്ങനെ ചില ആപ്തവാക്യങ്ങളുണ്ട്. ഭാരത ഋഷീശ്വരന്മാരെ ഒന്നും വെറുതെ പറഞ്ഞതല്ല. ഭാരതത്തിന് മാത്രം നന്മ വരണം എന്നാഗ്രഹിച്ച് ഭാരതത്തിലെ ഒരു ഋഷീശ്വരന്മാരും ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല എന്ന ആ ഒരു ശ്രേയസ്കരങ്ങളായിട്ടുള്ള ഒട്ടനവധി ഋഷീശ്വരന്മാര് ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിലെ ഓരോ ആപ്തവാക്യവും ലോക നന്മ ആഗ്രഹിച്ചു. ഭാരതത്തിന് മാത്രം നന്മ ഉണ്ടാവണം എന്ന് കരുതി ഒരു ആപ്തവാക്യമില്ല. ലോകത്തിന് മുഴുവൻ നന്മ ഉണ്ടാവണം എന്ന ആശയത്തോടു കൂടിയിട്ടേ ഭാരതത്തിൽ
ഋഷീശ്വരന്മാർ ഓരോ ആപ്തവാക്യങ്ങൾ ഓരോരോ സമയത്ത് പുറപ്പെടുവിച്ചിട്ടുള്ളൂ. അപ്പോൾ ശിവരാത്രിയുടെ മഹത്വം, ഇങ്ങനെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവും. നമുക്ക് മാത്രമല്ല, ആ ലോകത്തിലൊരു ജീവിയായിരിക്കണം, നമുക്കും അതിൻ്റെ കൂട്ടത്തിൽ നന്മയുണ്ടാവും. ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവണം എന്ന പരമമായിട്ടുള്ള ആശയമാണ് ശിവരാത്രിയുടെ മഹത്വം എന്ന് എനിക്ക് തോന്നുന്നു. യഥാശക്തി വ്യക്തം എൻ്റെ ശക്തിക്കനുസരിച്ച് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് മറ്റു പല ഉപകഥകളും മറ്റു പല ആശയങ്ങളും മറ്റു പല ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ടാവാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനിവിടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ.